തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പൊന്നേരിയുടെ ചോറാട്ടോ ഞാൻ വേവിച്ച് ഒന്ന് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തൈര് നമ്മളൊരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഉടച്ച് സോഫ്റ്റ് ആക്കുക. എന്നിട്ട് അതും ചോറിലേക്ക് ഇടാം. പിന്നെ അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പാലൊഴിക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇത് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ നെയ്യാണ് ഇട്ടത്. അത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ വീതം കടുകും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചെറിയ ജീരകവും ഇടാം. പിന്നെ 1-2 വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ട് ഇടാം. പിന്നെ കശുവണ്ടി പരിപ്പാണിത്, അത് ഒരു ചെറുതായി മുറിച്ചിട്ട് ഇടാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ മൂത്ത് വരുമ്പോൾ ഒരു നുള്ള് കായപ്പൊടി ഇടാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് വിതറി വഴറ്റിയിട്ട് നമുക്കത് ചോറിലേക്ക് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള തൈര് സാദം ഇവിടെ റെഡിയായി. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും നല്ലതാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ.